ഒരു നാടിന് എത്ര കണ്ട് ഗതികേടിലേക്ക് പോകാൻ കഴിയും? ആ നാട്ടിലെ യുവാക്കളെയെല്ലാം യുവതികളെല്ലാം അന്യനാട്ടിലേക്ക് 13,000 രൂപയ്ക്ക് കയറ്റി അയക്കുന്ന അടിമ രാജ്യമായി അടിമദേശമായി കേരളം മാറുകയാണോ? ഞാനിത് ചോദിക്കാൻ കാര്യം 1970-കളിൽ കേരളത്തിൽ വലിയ കൊടിയ ദാരിദ്ര്യമായിരുന്നു, വലിയ പട്ടിണിയായിരുന്നു, വലിയ കഷ്ടപ്പാടിലായിരുന്നു. 57-ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നെങ്കിലും 70-കളിലൊക്കെ വലിയ തൊഴിലില്ലായ്മ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമുണ്ടായത് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആളുകൾ വളരെ വലിയ തോതിൽ ചേക്കേറിയതും കാനഡയിലും ജർമ്മനിയിലും ഇംഗ്ലണ്ടിലുമൊക്കെ വലിയ തോതിൽ നഴ്സുമാർ എല്ലാവരും ഇവിടെ നിന്ന് പറന്നു പോവുകയായിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ കുറെ പണം കിട്ടിയത്. ഈ പണത്തെ വെച്ചുകൊണ്ടാണ് വികസന മാതൃക എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ തോമസ് ഐസക്കൊക്കെ ഇവിടെ അർമാദിച്ച് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനിടയിൽ തന്നെ ജനങ്ങൾ എന്ത് ചെയ്തേനെ? അവരോട് തിരിഞ്ഞെന്ന് ചോദിച്ചേനെ, എവിടെയാണ് നിങ്ങൾ തൊഴിൽ തന്നതെന്ന് ചോദിച്ചേനെ. ഒരൊറ്റ ഫാക്ടറി വരാൻ കേരളത്തിൽ സമ്മതിക്കത്തില്ല, ഒരു വ്യവസായ സ്ഥാപനം നടത്താൻ സമ്മതിക്കത്തില്ല. മുഴുവൻ സ്ഥാപനങ്ങളെയും പല ന്യായങ്ങൾ പറഞ്ഞ് അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു സംവിധാനം നിൽക്കുമ്പോഴാണ് റെജിമോൻ കുട്ടപ്പൻ എന്ന് പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ ധാരാളമായി പോയി ജേർണലിസം നടത്തിയിട്ടുള്ള, വിദേശ രാജ്യങ്ങളിലായിരുന്നു കൂടുതലും ജേർണലിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്, ഗൾഫ് രാജ്യങ്ങളിലെ ഒക്കെയാണ് ഈ കുടിയേറ്റത്തെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള റെജിമോൻ കുട്ടപ്പൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റെജിമോൻ കുട്ടപ്പന് ആദ്യം ഒരു സല്യൂട്ട്. മാൻ പവർ സപ്ലൈ ഏജൻസിയായി തോമസ് ഐസക്കും കേരള ഗവൺമെന്റ് മാറുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, കാശ്മീരിലെ പൂഞ്ചിൽ നിന്നും കുവൈറ്റിലേക്ക് പോയിട്ടുള്ള, ഒരു ഗതികേട് കൊണ്ട് പോയിട്ടുള്ള, ആട്ടിടയന്മാരായി ജോലി ചെയ്യാൻ പോയിട്ടുള്ള യുവാക്കളോട് റെജിമോൻ കുട്ടപ്പൻ സംസാരിച്ചിട്ടുണ്ട്. യുപിയിൽ നിന്ന് വന്ന മതത്തിന്റെയും ജാതിയുടെയും അരികുവൽക്കരണത്തിന്റെ ഭാഗമായി പഴയ കഥയാണിത്, ചാടിപ്പോകേണ്ടി വന്നിട്ടുള്ള കുറെ കുടിയേറ്റക്കാരെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് വികസനം കൊണ്ട് കൃഷി നഷ്ടപ്പെട്ടു പോയ, ദാരിദ്ര്യം കൊണ്ട് ഗൾഫിലേക്ക് കുടിയേറിയ ആന്ധ്രയിലെ സ്ത്രീകൾ ഒരുപാട് വലിയ വികസനം വരുന്നു എന്ന് പറയുമ്പോൾ ആളുകളെ ആട്ടിപ്പായിച്ചിട്ട് അവർക്കൊന്നും കൊടുക്കാതിരുന്നതിന്റെ ഭാഗമായി ആന്ധ്രയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരുപാട് സ്ത്രീകൾ വിദേശത്ത് പോയ കഥ. സിറിയയിലെ യുദ്ധത്തിൽ മരുഭൂമി കടന്ന് തുർക്കിയിലെ ക്യാമ്പുകളിൽ അഭയാർത്ഥികളായവരെ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ ബർമ ഓടിച്ചു വിടുന്ന റോഹിംഗ്യകളുടെ സിംഹള ആട്ടിപ്പായൽ കൊണ്ട് ലങ്ക വിട്ട തമിഴരിൽ ധാരാളം ആളുകൾ അവിടെയുണ്ട്. അതുപോലെ തന്നെ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ നിവർത്തിയില്ലാതെ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ഇങ്ങനെ ഓടുന്ന ചെറുപ്പത്തെ നോക്കി മഞ്ഞളിച്ചും അവരെ കാണിച്ചും അവരെന്താ പറയുക, അവരെ കണ്ട് മഞ്ഞളിച്ച ഒരു സമൂഹം കൊഞ്ഞനം കുത്തുക കൂടി ചെയ്യുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആറ്റിങ്ങലിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്, സിംഗപ്പൂർ കോളനി എന്ന്. കാരണം എല്ലാവരും സിംഗപ്പൂർ പോയതുകൊണ്ടാണ്. കുവൈറ്റ് കോളനികളുണ്ട്, പാകിസ്ഥാൻ കോളനികളുണ്ട്, സിംഗപ്പൂർ കോളനികളുണ്ട്. കാരണം മിക്കവാറും ഒരുപാട് ആളുകൾ അവിടെ നിന്ന് പുറത്തു പോയിരിക്കുന്നതുകൊണ്ടാണ്. മലബാറിൽ തന്നെ ഗൾഫിൽ പോയവരെ വളരെ 60 മുതൽ 70 മുതലാണ് ഇത് വളരെ വ്യാപകമായത്. വളരെയധികം മലപ്പുറമൊക്കെ അങ്ങനെയാണ് ഇത്രയും സമ്പന്നമാകുന്നതിന്, കുറേയൊക്കെ സമ്പന്നമാകുന്നതിന് കാരണം വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുത്തൊഴുക്ക് തന്നെയാണ്. ജർമ്മനിയിൽ പോയിട്ടുള്ള നഴ്സുമാർ ധാരാളം കാനഡയിൽ ജർമ്മനിയിൽ പോയി. അതുപോലെ തന്നെ 60കളിലെ എക്കണോമിക് റിവ്യൂ നോക്കിയാൽ മനസ്സിലാവും, കേരളത്തിൽ നിന്ന് കുടിയേറ്റം നമ്മൾ നന്നായി പ്രോത്സാഹിപ്പിച്ചു. 1920 മുതൽ 2025 വരെ കണക്കെടുത്താൽ കോടാനുകോടി ആളുകളാണ്, അല്ലെങ്കിൽ ലക്ഷങ്ങളാണ് കേരളത്തിൽ നിന്ന് നാട് വിട്ട് പുറത്തു പോകുന്നത്. അവർക്ക് പൈസ കേരളം ആദ്യത്തെ മാരുതി കാർ 800 മുതൽ പുത്തൻ റേഞ്ചർ കാർ വരെ ഇവിടെ ഓടാൻ തുടങ്ങി. അങ്ങനെ അതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 10-30 ലക്ഷം മുതൽ 35 മുതൽ 40 ലക്ഷം വരെ അന്യ സംസ്ഥാന തൊഴിലാളികളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം കഥ പറയുന്നത് വിജ്ഞാന കേരളം എന്ന് പറഞ്ഞൊരു അതീവ ഗുരുതരമായ, അടിയന്തരമായി നിർത്തേണ്ടുന്ന ഒരു പ്രോജക്റ്റ് കേരളത്തിൽ ഓടുന്നുണ്ട്. ഈ പ്രോജക്റ്റ് ജനങ്ങളെ പറ്റിക്കുന്നതാണ്. ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, ഈ മാസം നമ്മുടെ എന്തുകൊണ്ടല്ലോ മുഖ്യമന്ത്രി 300 പേരെ തമിഴ്നാട്ടിലേക്ക് അടിമകളെ പോലെ കയറ്റി അയക്കുകയാണ്. അവർക്ക് അവിടെ ശമ്പളം 13,000 രൂപയാണ്. ഇവിടെ IT പഠിച്ചവരെയും അതുപോലെ തന്നെ മിടുക്കന്മാരായ ആളുകളെ ആപ്പിൾ കമ്പനിക്ക് ഡെയിലി വേജസ് പാസ്സായിട്ടുള്ള പരിപാടിക്ക് കയറ്റി അയക്കുകയാണ്. അത് വളരെ വലിയ വിജ്ഞാന കേരളം കയറ്റി അയക്കുകയാണ്. 300 പേരെയാണ് ആദ്യ ബസ് ഇവിടെ നിന്ന് പോകുന്നത്. 13,000 രൂപയാണ് ശമ്പളം. എന്നിട്ട് തോമസ് ഐസക്കിന്റെ കുറെ തള്ളുണ്ട്. ഈ 13,000 ശമ്പളത്തിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിഗ്ഗി ഓടാം, സൊമാറ്റോ ഓടാം, മറ്റു കാര്യങ്ങളൊക്കെ രാത്രി വേണമെങ്കിൽ ചെയ്യാം, രാത്രി നിങ്ങൾക്ക് പഠിക്കാം. അങ്ങനെ എല്ലാം കൂടി ഒരു 19,000 രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയും. നിങ്ങൾ IT പാസ്സായ ആളാണോ, +2 കഴിഞ്ഞിട്ടുള്ള ആളാണോ, നിങ്ങൾ ഹുസൂറിലാണ്, തമിഴ്നാട്ടിലെ ഹുസൂറിലെ ആപ്പിൾ കമ്പനിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ 11-ാം തീയതി ജനുവരി 11-നാണ് കനകക്കുന്നിൽ ആദ്യ ബാച്ച് പോകുന്നത്. ഉളുപ്പില്ലേ, നാണമില്ലേ എന്നാണ് മുഖ്യമന്ത്രിയോടും തോമസ് ഐസക്കിനോടും ചോദിക്കാനുള്ളത്. നിങ്ങൾ ഹുസൂറിൽ പ്രവർത്തിക്കുന്ന ആപ്പിൾ കമ്പനിക്ക് 13,000 രൂപയ്ക്ക് ഇവിടെ നിന്ന്
നിങ്ങൾ ആളുകളെ കയറ്റി അയക്കുമ്പോൾ ലോകത്തിന്റെ 30ഓളം രാജ്യങ്ങളിൽ പിണറായി വിജയൻ അവർകളും തോമസ് ഐസക്കും ഈ കടകംപള്ളി സുരേന്ദ്രൻ കുറെ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ചല്ലോ. നിങ്ങൾ ഒരു ആപ്പിൾ പോയിട്ട് ഒരു നെല്ലിക്കയുടെ ഫാക്ടറി, ആപ്പിൾ എന്ന പേരുള്ള ഇല്ലെങ്കിൽ ഒരു നെല്ലിക്കയുടെ പേരുള്ള ഒരു ഫാക്ടറി എങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തോമസ് ഐസക്കെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണ്, ചെറുപ്പക്കാരെ പറ്റിക്കുകയാണ്. ജനകീയാസൂത്രണം എന്ന് പറഞ്ഞ് മുതിർന്നവരെ പറ്റിച്ചു, അവർ കളഞ്ഞിട്ട് പോയി, നിങ്ങളുടെ വിശ്വാസമില്ലാതെ പോയി. നിങ്ങൾ കേരളം മുഴുവൻ മാതൃക ഉണ്ടാക്കാൻ നടന്നു, ഒരു മാതൃകയും ഒരിടത്തും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ നമുക്ക് ഒരു സംവാദമാകാം. നമുക്ക് വളരെ കൃത്യമായി ഡോക്ടർ തോമസ് ഐസക്കിനോട് സംവാദം നടത്താൻ ഞാൻ പലവട്ടം പറഞ്ഞിട്ട് ഈ വീഡിയോകൾ അദ്ദേഹത്തിനോട് അയച്ചു കൊടുക്കുക. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ 25 ലക്ഷം പേർക്ക് കേരളത്തിൽ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് പ്രകടന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ 25 ലക്ഷം പേരിലെ 300 പേര് ഹുസൂറിലെ ആപ്പിൾ കമ്പനിയിൽ അയച്ച് 13,000 രൂപയ്ക്ക് ജോലി ചെയ്യിക്കുന്നതാണോ? നിങ്ങൾ സ്റ്റാലിനെ സല്യൂട്ട് ചെയ്യണം. ഇന്ത്യയിൽ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനെയും അതുപോലെ തന്നെ ഹൈദരാബാദും ഇങ്ങനെയുള്ള ബാംഗ്ലൂരും സിറ്റികളൊക്കെ വളർന്ന് ഒരുപാട് ലക്ഷക്കണക്കാളൊക്കെ ജോലി കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഫോൺ വരുമ്പോൾ 20 ലക്ഷം പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു. അത് പിന്നെ 13,000 രൂപയ്ക്ക് മലയാള ബേസിൽ കയറ്റി വിടാൻ ഒരുങ്ങുന്ന നിങ്ങൾ 20 ലക്ഷം രൂപയ്ക്ക് 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. ME ഗോവിന്ദൻ ഇവിടെ നാട് മുഴുക്ക പറഞ്ഞു കേരളയിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ ലക്ഷക്കണക്കിന് ആളുകൾ കൂടെ തൊഴിലായി. ഇങ്ങനെ 1 ലക്ഷം, അങ്ങനെ 1 ലക്ഷം, ആ കണക്ക് ഞാനിപ്പോൾ പറയുന്നില്ല. അങ്ങനെ ഒരു 10 ലക്ഷം ആളുകളുടെ കണക്ക് MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ എന്താണ്? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ദുരന്തമായി മാറുകയാണോ ഡോക്ടർ തോമസ് ഐസക്? നിങ്ങൾ ധനകാര്യമന്ത്രിയായിട്ടിരുന്ന ആളാണ്. താങ്കൾക്ക് ഒരുപാട് വിവരമുണ്ട്, വിജ്ഞാനമുണ്ട്, ധാരാളം പുസ്തകങ്ങൾ എഴുതും. ഇതിൽ തന്നെ താങ്കൾ 2 പുസ്തകം എഴുതി കളഞ്ഞു. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഇതൊക്കെ താങ്കൾ സിദ്ധാന്തവും പ്രയോഗവും എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ എഴുതി കളഞ്ഞു. അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഇതൊക്കെ ഇറക്കി അതും വാങ്ങിച്ച് വായിക്കാൻ ഒരു സമൂഹം ഇവിടെ ഉണ്ടല്ലോ. പിന്നെ അത് എല്ലാ ലോകത്തും ഉണ്ടാവും. അടിമ സമൂഹം എല്ലാ ലോകത്തുമുണ്ട്, ഇവിടെയുമുണ്ട്. മയക്ക് വരുന്ന പോലെ ആദർശം ഇങ്ങനെ കുത്തിവെച്ച് തലയ്ക്ക് പിടിപ്പിച്ച് കഴിയുമ്പോൾ ഒരു സ്വപ്നസുന്ദരമായ ഭൂമിയെക്കുറിച്ച് കാണുമ്പോൾ ഒരു തരം ലഹരി മരുന്ന് അടിക്കുന്നത് പോലെ കുറെ ചെറുപ്പക്കാരെ അതിന്റെ കീ റിസോഴ്സ് പേഴ്സൺ എന്നും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു സ്പേസ് കിട്ടുന്നതനുസരിച്ച് ഓടാനുണ്ടാവും. എന്തായാലും വളരെ വലിയ ഒരു ഉടായ്പാണ് നിങ്ങൾ കാണിക്കുന്നത്. നിങ്ങളൊരു മാൻ പവർ കയറ്റി അയക്കുന്ന ഒരു ഏജൻസിയായി താങ്കൾ മാറരുത്. താങ്കൾ വീണ്ടും ധനകാര്യമാകാതിരുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കാൾ പ്രഭാവം താങ്കൾക്കും ശൈലജ ടീച്ചറിനും കിട്ടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് താങ്കൾ ധനകാര്യമന്ത്രിയാക്കാതിരുന്നത്. താങ്കൾ ആ പണി മതിയാക്കണമായിരുന്നു. താങ്കൾ എഴുത്തും വായനയുമായിട്ട് പോകണമായിരുന്നു. താങ്കൾ അല്ലാതെ കൊണ്ടുചാറി മറ്റൊരു ഉടായ്പ പദ്ധതിയുമായിട്ടാണ് കൊണ്ടുചാടിയത്. എന്നാൽ ഇറങ്ങിയെങ്കിൽ താങ്കൾ 10-100 പഞ്ചായത്തുകളിൽ മാതൃക ഉണ്ടാക്കാൻ നടന്നിരുന്നെങ്കിൽ അതെങ്കിലും നടന്നേനെ. ഇതിപ്പോൾ അവസാനം ഇവിടെ നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ 1000-നും 2000-നും 5000-നും 10,000 രൂപയ്ക്കും വീട്ടുജോലിക്കും ഇതുപോലത്തെ ഹുസൂറിലെ കമ്പനിയിലെ കുഞ്ഞു ജോലികൾക്കൊക്കെ അയക്കുന്ന വെറും ഒരു റിക്രൂട്ടിംഗ് ഏജന്റായി താങ്കൾ മാറിയതിൽ താങ്കളെ എനിക്ക് 1990 മുതൽ അറിയാം. ഞാൻ താങ്കളൊക്കെ കണ്ടിരുന്നത് സ്വപ്നസുന്ദരമായ ഒരു കേരളം ഉണ്ടാക്കുമെന്നും അതിനാവശ്യമായ വലിയ ഫാക്ടറികളും തൊഴിലിടങ്ങളും വലിയ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ഒരു മാജിക് മാനായിട്ടാണ് തോമസ് ഐസക്കിനെ കണ്ടിരുന്നത്. താങ്കൾ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ദുരന്തമായി വരുന്നല്ലോ എന്നാലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. താങ്കൾക്ക് ശരിക്കും ഒറിജിനലായിട്ട് താങ്കളുടെ കയ്യിൽ ഒരു ക്രക്സും ഇല്ലയോ എന്നതാണ് കൃത്യമായൊരു ചോദ്യം.